ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇമാം ഗസാലി പറഞ്ഞ ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അബ്ബാ മുസ്ലിം ഒരു തികഞ്ഞ ഭക്തനായിരുന്നു. വസ്ത്രങ്ങൾ നേടി വിൽപ്പന നടത്തിയാണ് അദ്ദേഹം ജീവിതം നയിച്ചിരുന്നത്. ഒരിക്കലും അദ്ദേഹം ഒരു വസ്ത്രം ചെയ്തെടുത്തു. പതിയിലും നന്നായിരുന്ന ആ വസ്ത്രം കച്ചവടക്കാരനെ സമീപിച്ച് അതിന്റെ ഗുണങ്ങൾ സ്വീകരിച്ചു കൊടുത്തു. കച്ചവടക്കാരൻ തുക വാങ്ങി ഒന്ന് ദിവസം സൂക്ഷ്മമായി നോക്കിയ ശേഷം അതിന്റെ ന്യൂനതകൾ ഓരോന്നായി എണ്ണി കാണിക്കാൻ തുടങ്ങി. ആ തുണി തിരികെ വാങ്ങി തറയിലേക്ക് അറിയാൻ പറ്റും. ശക്തമായ കരച്ചിൽ ഇത് കണ്ട് കച്ചവടക്കാരൻ ആകെ പരിക്കാരനായി. അദ്ദേഹം കേരളത്തോട് പറഞ്ഞു, സുഹൃത്തെ, അന്ന് കരയാതെ ഞാൻ ഈ വസ്ത്രം എടുത്തോളാം. താങ്കൾ ഉദ്ദേശിക്കുന്ന വിലയും തരാം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കൂ. ഇത് കേട്ട് അസ്വാഭാവികം പരിശോധിച്ചു. സുഹൃത്തെ, ഞാൻ പറയുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ തുണിയുടെ കാര്യം ഓർത്തിട്ടല്ല. സുഹൃത്തെ, ഞാൻ നേഴ്സുകൾ വളരെ പ്രാവീണ്യമുള്ള ആളാണ്. ഈ തുണി എന്റെ കഴിവിന്റെ പരമാവധി മെച്ചമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തുണിയുടെ ഗുണനിലവാരത്തെ പറ്റി കൂടുതൽ അറിയുന്ന എനിക്കത് എത്രയോ ന്യൂനതകൾ കണ്ടെത്തി. എന്നാൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ നാളെ ഉണ്ടാകും എന്നോർത്താണ് കാരണമെന്ന് അദ്ദേഹം മറുപടി നൽകി. ഇതോടെ ഇമാം ഗസാലി പറഞ്ഞ ഈ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.